നമ്മളിൽ പലരും ദിവസവും രാവിലെ യാതൊരു ചിന്തയുമില്ലാതെ തികച്ചും ഓട്ടോ പൈലറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പാൽ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ഒരു നീല കവർ അല്ലെങ്കിൽ പച്ച കവർ പാൽ വേണമെന്ന് പറയുന്നത്. എന്തിനാണ് ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഈ എക്സ്പ്ലെയിനറിലൂടെ നമുക്ക് ആ രഹസ്യമൊന്ന് പൊളിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ കളർ കോഡിംഗ് വർക്ക് ചെയ്യുന്നത്, ഇതിലെ കൊഴുപ്പിന്റെ അളവുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച ചില തെറ്റിദ്ധാരണകളും നമ്മൾ പൊളിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കുടുംബത്തിന് ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ കണ്ടെത്തും. അപ്പോൾ ആദ്യം തന്നെ ഈ പാൽ കവറുകളുടെ രഹസ്യം എന്താണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇതൊരു രഹസ്യമാണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ലായിരുന്നു, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വ്യത്യസ്ത നിറങ്ങൾക്ക് പിന്നിൽ എന്തായിരിക്കും കാരണം? നമ്മൾ കടയിൽ പോയിട്ട് എനിക്ക് 3% കൊഴുപ്പുള്ള പാല് താ എന്നൊന്നും ചോദിക്കാറില്ലല്ലോ. പകരം ഒരു നീല കവർ പാൽ എന്നാണ് ചോദിക്കുന്നത്. കാഴ്ചയിലൂടെ മാത്രം കാര്യം മനസ്സിലാക്കാനുള്ള നമ്മൾ ഇന്ത്യക്കാരുടെ സ്വന്തം വിദ്യയാണിത്. പക്ഷേ എന്തിനാണ് ഇത്രയും വലിയൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? അതിന്റെ കാരണം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നമ്മുടെ ഇന്ത്യയിലെ പാലിന്റെ ഉൽപ്പാദന കണക്കുകൾ തന്നെ 2024-2025 കാലഘട്ടത്തിൽ മാത്രം ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചത് എത്രയാണെന്നറിയാമോ? 24,80,00,000 ടൺ പാലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇത്രയും വലിയൊരു അളവിൽ പാൽ വിതരണം ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരാതിരിക്കാൻ വളരെ ലളിതമായൊരു സിസ്റ്റം അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഈ കളർ കോഡിംഗ് സിസ്റ്റം അവർ കൊണ്ടുവരുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ, രാവിലെ ആ തിരക്കിനിടയിൽ പാക്കറ്റിലെ ചെറിയ അക്ഷരങ്ങൾ വായിച്ചു നിൽക്കാൻ ആർക്കും സമയമില്ല. അപ്പം നിറങ്ങളാവുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കാം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിലും ഈ നിറങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. പാൽ വിതരണം ചെയ്യുന്നവർക്കും കടക്കാർക്കുമൊക്കെ ഈ സിസ്റ്റം വലിയൊരു ആശ്വാസമാണ്. പാലിലെ കൊഴുപ്പിന്റെ അളവ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. അപ്പോൾ ഈ നിറങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സയൻസ് എന്താണ്? അത് ഇതിലെ കൊഴുപ്പിന്റെ അളവാണ്. സത്യത്തിൽ ഈ ഡേറ്റ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. FSSAI നിയമങ്ങൾ അനുസരിച്ച് ഓരോ നിറത്തിനും കൃത്യമായ കൊഴുപ്പിന്റെയും അതുപോലെ SNFന്റെയും അളവുണ്ട്. അതായത് നീല കവർ എന്ന് പറഞ്ഞാൽ ടോൺഡ് മിൽക്കാണ്. ഇതിൽ 3% കൊഴുപ്പും 8.5% SNFുമുണ്ട്. പച്ച കവറാണെങ്കിൽ അത് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കാണ്. അതിൽ 4.5% കൊഴുപ്പുണ്ട്. ഇനി ഓറഞ്ച് കവർ ഫുൾ ക്രീം മിൽക്കിനെയാണ് കാണിക്കുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ, അതായത് 6% കൊഴുപ്പുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ കൊഴുപ്പിന്റെ അളവ് എങ്ങനെയാണ് പടിപടിയായി കൂടിക്കൂടി വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നീല കവറിലെ 3% നിന്ന് തുടങ്ങി പച്ച കവറിലെ 4.5%-ലൂടെ ഓറഞ്ചിലെ 6%-ലേക്ക്. അപ്പോൾ ഇത് വെറുമൊരു ഡിസൈനല്ല, കൃത്യമായ ശാസ്ത്രീയ അളവുകൾ തന്നെയാണെന്ന് വ്യക്തമല്ലേ? ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. എന്താണ് ശരിക്കും ഈ ടോൺഡ് മിൽക്ക് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇന്ത്യക്കാരുടെ മാത്രം ഒരു വലിയ കണ്ടെത്തലാണ്. പണ്ട് ധവള വിപ്ലവത്തിന്റെ കാലത്ത് പരിമിതമായ പാൽ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയാണിത് കണ്ടുപിടിച്ചത്. സാധാരണ പാലിൽ വെള്ളവും സ്കിം മിൽക്ക് പൗഡറും ചേർത്ത് കൊഴുപ്പ് 3%-ആയി കുറയ്ക്കും. എന്നാൽ പാലിന്റെ യഥാർത്ഥ പോഷകങ്ങളായ പ്രോട്ടീനോ കാൽഷ്യമോ ഒട്ടും കുറയുകയുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം നമ്മളിൽ പലർക്കും ഈ വിഷയത്തിലൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഓറഞ്ച് കവറിലുള്ള പാലാണോ ഏറ്റവും ഗുണനിലവാരമുള്ളത്? വില കൂടുതലായതുകൊണ്ടും പാല് നല്ല കട്ടിയുള്ളതുകൊണ്ടും ഓറഞ്ച് കവറിലെ പാലാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായതെന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നുണ്ടല്ലേ? എന്നാൽ ഇതിന്റെ കൃത്യമായ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അല്ല എന്നാണ്. ഈ നിറങ്ങൾ പാലിന്റെ ഗുണനിലവാരത്തെയോ ശുചിത്വത്തെയോ ഒന്നുമല്ല കാണിക്കുന്നത്, കേവലം കൊഴുപ്പിന്റെ അളവിനെ മാത്രമാണ്. അതായത് ഒരു നീല കവർ പാലും ഓറഞ്ച് കവർ പാലും ഒരുപോലെ ശുദ്ധമാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ഏതു പാല് വേണമെന്ന് തീരുമാനിക്കാൻ മാത്രമാണ് ഈ നിറങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. ശരി, അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതൊക്കെ നമ്മുടെ സ്വന്തം വീടുകളിൽ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായ പാല് എങ്ങനെ തിരഞ്ഞെടുക്കാം? നോക്കൂ, വീട്ടിലെ എല്ലാവർക്കും ഒരേപോലെയുള്ള പാലായിരിക്കില്ല ആവശ്യം. ഉദാഹരണത്തിന് കൊച്ചുകുട്ടികളെ എടുക്കാം. അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒരുപാട് കാലോറിയും കൊഴുപ്പും അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് ഓറഞ്ച് കവറിലുള്ള ഫുൾ ക്രീം പാൽ കൊടുക്കാം. എന്നാൽ പ്രായമായവരോ അവരുടെ ദഹനം പതുക്കെയാവും. അവർക്ക് എളുപ്പത്തിൽ ദഹിക്കുന്ന എന്നാൽ കാൽസ്യം ഒട്ടും കുറയാത്ത പാല് വേണം. അവർക്ക് ഏറ്റവും സേഫായിട്ടുള്ളത് നീല കവറിലെ ടോൺഡ് മിൽക്ക് അല്ലെങ്കിൽ മജന്ത കവറിലുള്ള ഡബിൾ ടോൺഡ് പാലാണ്. ഇനി കാര്യങ്ങൾ വളരെ സിമ്പിളാക്കി നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാക്കാം. വീട്ടിൽ നല്ല കട്ടിയുള്ള തൈരുണ്ടാക്കാനോ പായസം വെക്കാനോ ആണെങ്കിൽ ഓറഞ്ച് കവർ എടുക്കുക. ഇനി രാവിലത്തെ ചായയ്ക്കും കോഫിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് വേണമെങ്കിൽ പച്ച കവർ പാൽ ഉപയോഗിക്കാം.
ആരോഗ്യകാര്യത്തിൽ കുറച്ചു ശ്രദ്ധയുള്ളവർക്കും ദിവസേനയുള്ള ഉപയോഗത്തിനും നീല കവറാണ് ഏറ്റവും നല്ലത്. ഇനി കർശനമായി ഡയറ്റ് നോക്കുന്നവരോ വീട്ടിൽ പ്രായമായവരോ ഉണ്ടെങ്കിൽ മജന്ത നിറത്തിലുള്ള കവറുകൾ തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ്. വളരെ പ്രസക്തമായൊരു കാര്യം പറയാം. പതിറ്റാണ്ടുകളായി നമ്മൾ ഉപഭോക്താക്കൾ നിറം നോക്കിയാണ് പാൽ വാങ്ങിയിരുന്നത്. എന്നാൽ ഭാവിയിൽ നിറത്തിനപ്പുറമുള്ള കാര്യങ്ങൾ കൂടി വായിക്കാൻ നമ്മൾ നിർബന്ധിതരായേക്കാം. ശരിയാണ്, പുതിയതായി വരുന്ന FSSAI നിയമങ്ങൾ പാക്കറ്റുകൾക്ക് പുറത്ത് പോഷകങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ വ്യക്തമായി നൽകാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വെറുമൊരു നിറം മാത്രം നോക്കി പാൽ വാങ്ങുന്ന കാലം പതിയെ മാറിയേക്കാം. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളെ ചിന്തിക്കാൻ വിടുകയാണ്. ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഇത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ ഈ കളർ കോഡിംഗ് സിസ്റ്റം ഈ പുതിയ നിയമങ്ങൾക്ക് മുന്നിൽ ഇല്ലാതാവുമോ? അതോ നിറങ്ങളും ലേബലുകളും ഒരുമിച്ച് മുന്നോട്ട് പോകുമോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. നാളെ രാവിലെ പാൽ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായ പാൽ തിരഞ്ഞെടുക്കാൻ ഈ അറിവ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ശരി, മറ്റൊരു കിടിലൻ വിഷയമായി നമുക്ക് വീണ്ടും കാണാം.